കൊല്ലം കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് വൻ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന അഗ്നിശമന സേനയുടെ റിപ്പോർട്ടിന് പിന്നാലെ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹരിതകർമ്മ സേനയുടെ ചുമലിൽ കെട്ടിവെച്ച് പഞ്ചായത്ത് അധികൃതർ. ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് നീക്കം ചെയ്യുവാൻ തൃക്കോവിൽവട്ടം പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അന്ത്യശാസനം നൽകി. കണ്ണനല്ലൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്ലാസ്റ്റിക് മാലിന്യം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് അഗ്നിശമന സേന നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 3 അംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് അനധികൃതമായി നിയമിച്ചത് ചോദ്യം ചെയ്തതോടെ സേനയ്ക്ക് ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഇതിനു പിന്നാലെയാണ് മാലിന്യം നീക്കം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് സേനാംഗങ്ങളെ ഓഫീസിൽ വിളിച്ചു വരുത്തി നോട്ടീസ് നൽകിയത്. ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹരിതകർമ്മസേനയ്ക്കായിരിക്കുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ജീവൻ പണയം വെച്ചാൽ ഞങ്ങൾ എങ്കിലും ഞങ്ങളെ വയറ്റിപ്പിടിപ്പിൻ്റെ കൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു. ഇപ്പൊ ഈ ആളുകളെ കൂടെ കയറ്റിപ്പെടുത്തി അവർ ഭീഷണി എന്ന രീതിയിൽ വളർത്തിയിരിക്കുക. അവിടെ എന്തെങ്കിലും ഒന്നുകിൽ പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിരിക്കുന്ന എന്തെങ്കിലും തീ കത്തുക എന്തെങ്കിലും ചെയ്താൽ ഈ വന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഈ ബാക്കിയുള്ള 45 ഹരിതകർമ്മ സേനക്കാരായിരിക്കും അതിന്റെ ഉത്തരവാദി എന്നാണ് പറയുന്നത്. സുരക്ഷയില്ലാത്ത 3 നില കെട്ടിടത്തിന്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ 15 അംഗങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് പിന്തുണയുമായി എത്തി. ഇവരെ കൊണ്ട് തരംതിരിപ്പ് നടത്തി സാധനങ്ങൾ ലീഗുകളെ കൊടുക്കേണ്ടിയുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതിയിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, വിഇഒ, എസ് ഇവരാരും ഇത് തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ ഇതിന് പ്രതിഷേധവുമായിട്ട് ഇത്രയും സാധനങ്ങൾ ചൂട് സമയത്ത് അവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് വൻ ദുരന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഹരിതകർമ്മ സേനക്കാരെ ഇവിടെ വിളിപ്പിക്കുകയും അവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അവര് നിരപരാധികളാണ്. ആ ഹരിതകർമ്മ സേനക്കാരുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ഈ 15 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ കൂടെ ഉണ്ടാവും. 23 വാർഡുകളിലായി ഉണ്ടായിരുന്ന 2 MCF യൂണിറ്റുകളിൽ ഒരെണ്ണം അടച്ചുപൂട്ടിയിരുന്നു. പകരം സംവിധാനം കണ്ടെത്താൻ പഞ്ചായത്ത് ശ്രമിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടാൻ കാരണമായത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.